റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. KSRTC ബസിന് ഫിറ്റ്നസ് നൽകാത്തതിനാൽ MVD ഉദ്യോഗസ്ഥന് 3 ദിവസത്തിനിടെ 2 ട്രാൻസ്ഫർ. കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയിലെ MVI വിനോദ് AS-നെതിരെയാണ് വിചിത്ര നടപടി. വിനോദിനെ ചടയമംഗലം സബ് RTOയിലേക്ക് താൽക്കാലികമായി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. നവംബർ 5 മുതൽ 18 വരെയായിരുന്നു ജോലിയിൽ പ്രവേശിച്ചതിന്. തൊട്ടടുത്ത ദിവസം വിനോദിനെ KSRTCക്ക് ഫിറ്റ്നസ് നൽകാത്തതിന്റെ പേരിൽ വീണ്ടും കൊല്ലത്തേക്ക് തന്നെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് ആരോപണം. അഷിൻ ഡിയേഗോ നമുക്കൊപ്പം. അഷിൻ ഡിയേഗോ, വായിച്ചിട്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ഇത് എന്തൊരു നടപടിയാണ്? സുജയ്, ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഇതേ ഉദ്യോഗസ്ഥന് നേരെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ വിനോദ്, അതായത് കൊല്ലം RTO എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള വിനോദിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയായി. മന്ത്രിയുടെ അതിർത്തിയെ തുടർന്നുള്ള നടപടി പിന്നീട് കോടതി ഇടപെട്ടാണ് റദ്ദാക്കുകയും ചെയ്തത്. ഇതേ ഉദ്യോഗസ്ഥനെയാണ് നിലവിലിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്നും ചടയമംഗലം സബ് RTOയിലേക്ക് താൽക്കാലികമായി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊല്ലം RTO എൻഫോഴ്സ്മെന്റ് RTOയുടേതായിരുന്നു ഈ ഉത്തരവ്. പക്ഷേ ഇദ്ദേഹം അവിടെ ജോലിക്കെത്തിയ ശേഷം വാഹനങ്ങളുടെ ഫിറ്റ്നസിന്റെ പരിശോധന നടത്തിയിരുന്നു. ഈ ഫിറ്റ്നസ് ടെസ്റ്റിൽ 7 വാഹനങ്ങൾക്ക് ഇദ്ദേഹം ഫിറ്റ്നസ് അനുവദിച്ചിരുന്നില്ല. ഇതിന് കാരണം ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഒരു KSRTC ബസ്സും 2 സ്കൂൾ ബസ്സുകളുമാണ് ഉണ്ടായിരുന്നത്. KSRTC ബസ്സിനും സ്കൂൾ ബസ്സുകൾക്കും സ്പീഡ് ഗവർണർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് പ്രവർത്തിക്കുന്നില്ല, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹം ഫിറ്റ്നസ് നൽകാതിരുന്നത്. അതേ ദിവസം തന്നെ ഇദ്ദേഹത്തെ വീണ്ടും കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയിലേക്ക് വീണ്ടും സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. ഈ സ്ഥലമാറ്റത്തിന് ഉത്തരവിട്ടത് സദേൺ മേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയുടെ ഉത്തരവ് അസാധുവാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അതേ ദിവസം തന്നെ തിരിച്ച് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തത്. പകരം കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെയാണ് നിലവിലിപ്പോൾ ചടയമംഗലത്തിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെയൊക്കെ സാഹചര്യം, ചടയമംഗലത്തുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ഈ ഒരു വേക്കൻസി വന്നത്. 29 വരെയാണ് അദ്ദേഹം അവധിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് അതിന് താൽക്കാലികമായാണ് ഈ വിനോദ് AS-നെ ആദ്യം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2 ആഴ്ചത്തേക്കായിരുന്നു ട്രാൻസ്ഫർ. പക്ഷെ പിന്നീട് ഇദ്ദേഹം ഈ ഒരു KSRTC ബസിന്റെ പരിശോധന നടത്തി അതിൽ ഫിറ്റ്നസ് നൽകാത്തതിനെ തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ തിരിച്ച് കൊല്ലം RTO എൻഫോഴ്സ്മെന്റ് RTOയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മോട്ടോർ വെഹിക്കിളിന്റെയും ഉദ്യോഗസ്ഥരുടെ സംഘടനാ നേതാവ് കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ മന്ത്രിയുടെ അതിർത്തിയെ തുടർന്ന് ഇദ്ദേഹത്തെ കൊല്ലത്ത് നിന്നും ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥർ കടുത്ത അമർഷത്തിലുമാണ്. സുജയ.